എന്തൊക്കെ വർത്താനം എന്താന്ന് വെച്ചാല് മരുന്നില്ലാന്നാ പറയുന്നത്. അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് ഇമ്മാക്ക് തീരെ സുഖമല്ല കേട്ടോ. ഉമ്മാക്ക് നല്ല പനി പനിച്ചിക്കണ്. അപ്പൊ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നപ്പോ വറച്ച് പനിച്ചാട്ടോ. പിന്നെ ഈ രുചിയില്ലായ്മ വരിക, സ്മെല്ലില്ല, അങ്ങനത്തെ പനി. അപ്പൊ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞമ്മക്ക് പനിച്ചുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഏകദേശം അങ്ങനത്തെ പനിയേക്കാരം. നമ്മളെ പണ്ടത്തെ പനിയൊക്കെ വിട്ട് മാറിയിരിക്കണം. അപ്പൊ ഉമ്മാക്ക് ബെന്നും ചായയൊക്കെ കൊടുത്ത് മരുന്ന് കൊടുത്തും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കാലിന് വെരിക്കോസിന്റെ വേദന കാരണം അതിന്റെ ബുദ്ധിമുട്ട് വേറെയുണ്ട്. പിന്നെ ഈ പനിമ്പാടെ വന്നപ്പോ ആളാകെ പുറത്തും വിട്ടിക്കണം. അപ്പൊ ഇന്ന് അടുക്കളയിൽ ഒറ്റക്കാണ്. ഇപ്പണ് സഹായത്തിന്. അപ്പൊ ഓരോ അല്ലറ ചില്ലറ പരിപാടികൾ ഇങ്ങനെ കാണുന്നു. നാത്തൂന്റെ ചെറുക്കൻ വന്നിക്കണം കേട്ടോ. ഇന്നലെ വന്നതാണ്. ഇവിടുത്തെ എന്റെ വലിയ ചെറുക്കന് എന്റെ പെരേക്ക് പോയിക്കണ്. ഇപ്പം വന്നത് അറിഞ്ഞിട്ടില്ല. ഇപ്പം വന്നറിഞ്ഞാൽ എന്തായാലും ഇങ്ങോട്ട് വണ്ടി എത്തും. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഇന്ന് വെണ്ടക്ക ഇട്ടിക്കണ്. അപ്പൊ വെണ്ടക്ക കറി ഒന്നുണ്ടാക്കണം. പിന്നെ ചിക്കൻ വാങ്ങിക്കൊണ്ടിരാന്ന് പറഞ്ഞിക്കണ്. കുരുമാനൊന്നും പണിയില്ല. അപ്പൊ ചിക്കൻ വാങ്ങാൻ പോയിക്കണ്. അപ്പൊ വെണ്ടക്ക കറി ചിക്കനാണ് ഇന്ന്. ചോറാൻ തീമട്ടു. ഇന്ന് തിരുമ്പണില്ല. ഒന്നരാടം കൂടുമ്പോളാ തിരുമ്പല്. കാലത്താണ് ഈ തിരുമ്പാനും വെക്കൂല. സോപ്പും പൊടി കാര്യങ്ങളൊന്നും തട്ടാൻ പറ്റൂല. ഒന്നരാടം കൂടുമ്പോഴാണ് ഇപ്പൊ തിരുമ്പല്. ഏതായാലും എനിക്കും വയ്യ. ഞാനും ഇങ്ങനെ തട്ടിമുട്ടി പോവാണ്. ഉമ്മാക്കും വജ്ജ. പെണ്ണുങ്ങളൊക്കെ ഇവിടെ കടപ്പിലാണ്. അപ്പൊ ആണുങ്ങൾ അങ്ങനെ സഹായിച്ചു. നീച്ചും കടന്നു അങ്ങനെ പണിയെടുത്ത് നടക്കുകയാണ്. ഏതായാലും ഓരോ പരിപാടി നോക്കട്ടെ. ഇപ്പൊ നമ്മളെ പത്തണിക്കത്തെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് പഴം അടുപ്പത്ത് ചൂടുകയാണ് കേട്ടോ. അങ്ങനെ നല്ല കനലില് നമ്മൾ വെച്ചു കൊടുക്കും. നോക്കണോ പഴം? നോക്കണോ? അപ്പൊ ഇതാണ് നമ്മളെ ചെറുക്കൻ. നാത്തൂന്റെ വലിയ ചെറുക്കൻ. ചെറിയ നാത്തൂന്റെ വലിയ ചെറുക്കൻ അല്ലേ? എന്റെ പേരെന്താന്ന് നിർത്താ? എന്റെ പേര് ജുമാ ഫയാദ്. ജുമാ ഫയാദ് 9ാം ക്ലാസ് പഠിക്കാണ്. ഇപ്പൊ മാറ്റി ഒരുങ്ങി ഇരിക്കണെന്ന് പറഞ്ഞാല് എങ്ങോട്ട് പോകാനാടാ? കൂട്ടാന്റെ താത്താന്റെ കല്യാണം. കൂട്ടാന്റെ താത്താന്റെ കല്യാണത്തിന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നിക്കല് തുടങ്ങിക്കണം. കൂട്ടുകാരന്മാര് വരൂല്ലേ? എന്തേലും പറയ്. എനിക്ക് വരാൻ വയ്യ. ഇന്നലെ നിക്കാൻ വന്നതാണ് ഇങ്ങട്ട്. അപ്പൊ ഇനി നാളെ സ്കൂളില്ലേ? നാളെ ലീവാണ്. നാളെ ലീവാ? വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. എന്നപ്പൊ ഈ ആഴ്ച കൊണ്ട് പോവല്ലേ? അപ്പൊ ഓൻ വന്നിട്ട് നമ്മളൊന്നും വെച്ചിട്ടില്ല. ചിക്കൻ വാങ്ങിക്കൊണ്ടാണ്. അപ്പൊ ഓന് കല്യാണം ഉണ്ട്. ഇനി കല്യാണ പേരി പോയിട്ട് നല്ലോ തിന്നു പോയിട്ടോ. അപ്പൊ നമ്മളെ വെണ്ടക്ക ഇവിടെങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിക്കണ്. അതിന്റെ ബേക്ക് മുന്നൊക്കെ അരിഞ്ഞ് വെച്ചിക്കണ്. ഇത് കട്ടാക്കിയിട്ട് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഞാൻ ഇവിടുന്ന് മാറിയപ്പോത്തിന് ഉമ്മ നീച്ച് വന്നങ്ങാണ്ട് വെണ്ടക്കേക്ക് എന്തൊക്കെ ഇട്ടമ്മ? തക്കാളി, പച്ചമുളകൊക്കെ കീറിയിട്ടിക്കണ്. ഞേക്ക് മഞ്ഞപ്പൊടി അല്ലേ? മഞ്ഞപ്പൊടി ഇട്ടു. ഇനി നുള്ളു മുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് എല്ലാം പാടിട്ടുണ്ട് തീമക്കും. മല്ലിപ്പൊടി ജീരകപ്പൊടി ഒക്കെ ഇട്ടു. ഇനി കുറച്ച് മുളക് പൊടി ഇടും കേട്ടോ. മുളക് നമ്മളിതിൽ ഇട്ടിക്കണം. ഉപ്പിട്ടു. കുറച്ച് വെള്ളം പാർന്നു കേട്ടോ. ഒരു അത്യാവശ്യം വേവായിട്ട് നമ്മൾ ഇതിക്ക് തേങ്ങ അരച്ചതാണ്. അങ്ങനെ നമ്മളത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇനി മൂടി വെച്ച് കുറച്ച് നേരം വന്നോട്ടെ. വെണ്ടക്ക ഇവിടെ തിളച്ച് വേകാനായിക്കണം കേട്ടോ. അപ്പൊ ഒരു തേങ്ങ ചിരണ്ടി അരക്കട്ടെ. തേങ്ങയും ചെറുള്ളിയൊക്കെ ഇവിടെ ചിരണ്ടി ഇതാക്കി വെച്ചിക്കണ്. തേങ്ങ കുറേ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു മുറി തേങ്ങയിൽ കുറച്ചുള്ളതിന്. അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ വറുക്കണ തേങ്ങയ്ക്ക്
നല്ലോണം ചൂടാവട്ടെ. വെണ്ടയ്ക്കയും തക്കാളിയും കാര്യങ്ങളൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങൻ്റെ അരപ്പ് ഒന്ന് തിളച്ചിട്ട് പാരാം. അങ്ങനെ കറി നല്ലോണം തിളച്ച് വന്നിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഇത് പാർന്ന് കൊടുക്കാം. നല്ല രസമുള്ള കറിയാണ്, നല്ല അടിപൊളി കറിയാണ്. ഇതിന് നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് തൂമിച്ചാം. വെണ്ടയ്ക്കൊക്കെ ഉടയാതെ കിട്ടിയിരിക്കണം. നമ്മൾ കുക്കറിൽ ഇടുകയാണെങ്കിൽ ആദ്യമൊക്കെ ഇവിടെ കുക്കറിലാട്ടിനി, അപ്പോൾ വെന്ത് ഉടയും. അപ്പോൾ കറീൻ്റെ ടേസ്റ്റും പോകും. ഇത് വെണ്ടയ്ക്കൊക്കെ ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടും. നല്ലോണം തിളച്ചിക്കണം കേട്ടോ. ഇനി മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ തൂമിച്ചാം. നമ്മൾ ചട്ടി ചൂടായി വന്നതേക്ക് വെളിച്ചെണ്ണ വാരാട്ടോ. കടുക് പൊട്ടിച്ച് നമുക്ക് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ കരിവേപ്പിൻ്റെ അവിടെ കേക്ക് വെച്ചിട്ട് ഇതിട്ട് കൊടുക്കാം. കൊടുക്കട്ടെ. വെണ്ടക്കക്കറി ഇവിടെ സെറ്റായി. ചെറുക്കൻ കല്യാണത്തിന് പോവല്ലോ, അപ്പം കടിയൊന്നും തിന്നിട്ടില്ല. അപ്പൊ ലേശം നൂഡിൽസ് ഉണ്ടായിരുന്നു. ചൂടാറുമ്പോഴത്തേക്ക് തിന്നാ. കുന്മാൻ ചിക്കനും കൊണ്ട് വന്നു അല്ലേ? മുടിയും താടിയൊക്കെ വെട്ടി, മുടിയും താടിയൊക്കെ വളർന്നിട്ട് വെച്ചാൽ കൊറേ ആയി ആട്ടി വിടുന്നു. ഇപ്പൊ എന്നാ പോയി വെട്ടിയത്. പിന്നെന്തൊക്കെയാ വർത്താനം? അതുപോലെ ബിസിയാണ്. എന്താ എനിക്ക് പരിപാടി? വലിയ ബിസിയാണ് പറഞ്ഞ് നീച്ചേ. ഞാൻ പപ്പാനോട് പറയട്ടെ കേട്ടോ, അതിന് നെറ്റ് വലിച്ചെടുത്ത കാര്യം. 9ാം ക്ലാസ്സിലെത്തിക്കണം, എന്നിട്ട് ഗെയിം കളിച്ച് കുത്തിരിക്ക. നീച്ചേന്ന് ഇമ്മാക്കണ് വെള്ളം കോരിയേ എന്തൊക്കെ പരിപാടി. ഞാൻ വിചാരിച്ചു ഇന്നലത്തെ കടത്തോതും രാവിലത്തെ കണ്ടപ്പോഴേ നീച്ച് നിക്കാൻ വെക്കൂലേനല്ലോ. അപ്പൊ ഇങ്ങനെ നടക്കണ്ടായില്ലേ? കടക്കാൻ പറഞ്ഞാളി. ആറ്റക്ക് പണിയെടുക്കുന്ന കണ്ടിട്ടേ കാരം. പിന്നെന്താ വേണ്ടി സ്പെഷ്യല്? ഒന്നും വേണ്ട പറഞ്ഞിട്ട് കാര്യല്ല, ഒന്നുമില്ല. അല്ല അന്നെ വിളിച്ചിക്കണ ആദ്യം കല്യാണത്തിന്. ചിക്കനൊക്കെ നമ്മളിവിടെ കേക്ക് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതില് നമ്മള് ഒന്ന് പൊരിച്ചിട്ടാണ് ഇവിടെ ചിക്കൻ വെക്കല്, കാരണം അല്ലാതെ ആർക്കും പറ്റൂല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മസാല തേക്കാം. മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മതി. നമ്മള് ചിക്കൻ വെക്കുമ്പോ അയിക്കൂടും കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇതൊക്കെ കൂട്ടിയാണ്ട് ഇനി കുറച്ച് ഉപ്പും ചതവൊക്കെ ചേർത്തുങ്ങാണ്ട് നമ്മള് മസാല നല്ലോണം കുഴച്ചെടുക്കും കേട്ടോ. കുറച്ച് ഉപ്പും ഇതൊക്കെ കൂട്ടി നമുക്ക് നല്ലോണം ചിക്കൻ നല്ലോണം മസാല തേച്ച് വെക്കാം. ഓവറായി മസാല വേണ്ട. നമ്മളിഞ്ഞ് ചിക്കൻ തീക്ക് ഇട്ടിട്ട് നമ്മൾ മസാല ഒക്കെ ഇഞ്ഞ് ഇടുന്നതാണ്. അപ്പൊ നമ്മൾ ഈ മങ്കുടുക്കിയിലാണ് ഉണ്ടാക്കണത്. മങ്കുടുക്ക വെച്ചിക്കണം. നല്ലോണം ചൂടാവട്ടെ. എന്നിട്ട് കുറച്ച് ഓയിൽ പാർന്നിട്ട് ചിക്കനൊക്കെ ഇടാം. ചട്ടി നല്ലോണം ചൂടായിക്കണേ. ഇതിക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ പാരാം. ഇനി മസാല തേച്ച് വെച്ച് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതീ കടന്നുകാണ്ട് ഒന്ന് ഇങ്ങനെ ചൂടായി വരട്ടോ. ഒന്ന് പൊരിഞ്ഞ മാതിരി. അവിടുത്തെ അമ്മയാണ് ലിവറിന്റെ ഒക്കെ ആള്. കോഴിപ്പാട്സ് ലിവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ പിന്നെ ചെറിയ പീസൊക്കെ ഉണ്ടായിട്ട് തിന്നു. ഉള്ളിയും തക്കാളിയും 2 പച്ചമുളകൊക്കെ അരിഞ്ഞ് സെറ്റാക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒരു വേവയ്ക്കണം. ഈ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല പൊരിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ ചട്ടിയിലാണ് ഉണ്ടാക്കല്. ഇതിക്കുള്ള മസാലകള് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം.
മുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഉണ്ട്. അപ്പൊ മല്ലിപ്പൊടി കഴിഞ്ഞിട്ട് ഉമ്മ കുപ്പിക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിക്കാണ്. അപ്പൊ ഇതൊക്കെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുരുമുളക് പൊടി നമ്മളെ കയ്യിലില്ല, കുരുമുളക് പൊടി വേണ്ടിയിരുന്നു. അപ്പൊ ഇല്ലാത്തോണ്ട് അത് ഇടണില്ല. അത് ഇട്ടാൽ നല്ല ടേസ്റ്റേക്കാരം. കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ഇത് ഇടല്ലേ ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഉപ്പ് ചിക്കനിലിട്ട് ഇതാക്കിയതാണ്. കറിക്കിടണം. ഇതിലുണ്ട്, ചിക്കനിൽ കുറച്ചുണ്ട്. ചിക്കൻ മസാല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടോ. കുറച്ച് വെള്ളം നമ്മൾ കാര്യമുള്ളൂ. ഉമ്മാക്ക് കറി പറ്റൂല, ഉമ്മാന് കറി വേണം. അപ്പൊ എന്താ കിട്ടുക? കുറച്ച് കറി ആരായാലും എന്നും തിന്നാൻ നേരത്ത് കറിയില്ലേ ചോദിച്ചും. അത് ഉമ്മ പാരുമ്പോ കറിയൊക്കെ പാരും, പിന്നെ ഉണ്ടാക്കി കഴിയുമ്പോ അതിലെങ്ങനെ നോക്കിയാലും കറി ഉണ്ടാവൂല. നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റണില്ല, വഴറ്റാത്ത രീതിയിൽ ഉണ്ടാക്കണം. അപ്പൊ നമ്മള് വഴറ്റി ഉണ്ടാക്കണില്ലേറെ ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ നമ്മൾ തന്നെ ഈ രീതിക്ക് തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഒന്ന് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി, നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളക് പൊടി കൂടി വേണ്ടീന്. ഇതിന് മൂടിയൊക്കെ അല്ലേ. ചിക്കനില് ചതവ് ഇട്ടിക്കണം കേട്ടോ, നമ്മള് വീഡിയോയില് എടുക്കാൻ മറന്നതാണ്. അങ്ങനെ നമ്മളെ ചിക്കൻ കറി സൂപ്പറായി, അടിപൊളിയായി, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കറി നല്ല കറിയാണ്, നല്ല അടിപൊളി, നല്ല കുറുന്നനെ. ഞാൻ പറഞ്ഞില്ലേ, കറി എങ്ങനെ വെച്ച് വരുമ്പോഴും കറി ഉണ്ടാവൂല. നിങ്ങൾക്ക് കറി വേണ്ടേ? കറി വേണം, കറിയാ വേണ്ടുള്ളൂ, പീസ് വേണ്ട. എന്നിട്ടോ കറി ഉണ്ടാവലുണ്ടോ? കറി ഉണ്ടാവില്ല, പീസ് ഉണ്ടാവുള്ളൂ. ഉമ്മാക്ക് ഒന്നാമത് കറി ഇഷ്ടല്ല. ഉമ്മാക്ക് ഇങ്ങനെ വരട്ടിയ മാതിരി വെക്കണം. അപ്പൊ നമ്മൾ ചിക്കൻ കറി റെഡി ആയിക്കണ്. ഇനി തൂമിച്ചുണ്ടോൾക്ക് തൂമിച്ച ചെറിയുള്ളിയൊക്കെ ഇട്ട് തൂമിച്ചും, പക്ഷെ ഇത് തൂമിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ വെക്കാത്തോലുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കോണ്ടി. അപ്പൊ ഇനി നേരെ 2 മണി ആയിക്കണ്, ഞങ്ങൾ ചോറുന്നട്ടെ. തുടങ്ങല്ലേ? എന്നാ പ്ലേറ്റ് ഒക്കെ എടുത്തോളി. ഉമ്മ അവിടെ കിടക്കുകയാണ്. ഉമ്മ പിന്നെ മേലെ ചെയ്യാണ്ട് പോയി കടന്നു. മക തീരെ വെച്ച എന്നാലും നീച്ചങ്ങാണ്ട് അതും ഇതൊക്കെ കാട്ടിക്കൂട്ടി തന്നിക്കണ്. എന്നാ പ്ലേറ്റ് ഒക്കെ എടുത്തോളി, ചോറുള്ള. ഇനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. കല്യാണത്തിന് പോയെന്നാൾ ചോറൊക്കെ തിന്നോ? എന്തേനി, ബിരിയാണിയോ? ആ, അനക്ക് ഞാൻ സമ്മാനം തരാം. എന്താ? നെറ്റ് ആരാ കഴിച്ചേ? ആരാ കഴിച്ചേ? അത് മറ്റോ കഴിച്ചേക്ക്, ഞാനൊന്നല്ലേ. തന്നാണ്ടല്ലോ 100 വട്ടം രാവിലെ പോയപ്പോ പറഞ്ഞ കഴിച്ചല്ലേ കഴിച്ചല്ലേ. ഉപ്പം കഴിച്ചത് ഞാൻ വലിയ രാവിലെ. നമ്മുടെ വളമ്പല് തുടങ്ങി. ഉമ്മ പോരി, ചോറിനോളി രണ്ടറ്റ്. നിങ്ങള് കഞ്ഞുടിച്ചേ? എല്ലാവർക്കും വളമ്പിയൊക്കെ ഉണ്ട്. അപ്പൊ കുളിച്ചെന്നോളൂ, അപ്പൊ കുളി കഴിഞ്ഞിട്ട് തിന്നോളൂ. അപ്പൊ നമ്മളെ രണ്ടാള് മാത്രേ ഉള്ളൂ. ഉമ്മ കഞ്ഞിയും കുടിച്ചു. ഒന്ന് വാരി കൊടുക്കാം, കുറച്ച് മതി. എങ്ങനെയുണ്ട് വെണ്ടക്ക കറിയൊക്കെ? ഞാനും ഉമ്മീമ്പാടിയാണ്. ഇന്നത്തെ കറി വെണ്ടക്ക കറിയും ചിക്കനും.
ചോറ് കഴിക്കട്ടെ. ഇപ്പൊ എവിടെ കുഞ്ഞുമാനെ നമ്മള്? അച്ചിമാനോടെ എന്റെ പെരയിലാട്ടോ. ഇപ്പാനെ കാണാൻ വന്നതാണ് അല്ലേ? ഞങ്ങൾ രണ്ടാളും പെരയിൽ നിന്നപ്പോ ഇപ്പാനെ കാണാൻ വന്നാണ്. എന്താ വെച്ചാല് ഇപ്പാനെ ഡോക്ടറെ കാട്ടാൻ കൊണ്ടുപോയിനി. അപ്പൊ ഡോക്ടർ പറഞ്ഞു മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, ഈ മരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കുടിച്ചോണ്ട് പോകാനാ പറയണത്, നിങ്ങളിങ്ങനെ കൊണ്ട് നടക്കണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇന്നലെ ഭയങ്കര ഇടങ്ങേറ്, ഉറക്കമൊന്നും വരുന്നില്ല. അതിൽ ഇപ്പാനെ കാണാൻ പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പൊ ഉമ്മ ചായ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ വർത്താനം? എന്തൊക്കെ സുഖം, അങ്ങനെ പോണ്. ചായ കുടിച്ചോളി, കടി വന്നത്. മുടി കളർ ചെയ്ത് നിങ്ങള്? ഇപ്പൊ എത്ര തരം മരുന്ന് തന്നിക്കണ് ഡോക്ടർ? 5-6 ഗുളികയുണ്ട്. 5-6 ഐറ്റംസ്. ചെറിയ ഗുളിക, ഇവിടുന്ന് കിട്ടാത്ത ഗുളിക. ആണോ? ഓരോ മണിക്കൂർ ഇടവിട്ട് കുടിച്ചാണല്ലേ? നമ്മൾ ഉമ്മാനെ കാണാൻ വന്നിക്കണില്ല അമ്മ? ഇങ്ങോട്ട് വന്നിക്കാണ്, ഞങ്ങൾ അങ്ങോട്ടല്ല. എന്താ ചെയ്യാ, നിങ്ങളെ കാണാൻ പുതിയിട്ട് വന്നാണേ. ഞാൻ ഞായറാഴ്ച ഉള്ളത്ത് പോയിട്ടോ. അന്ന് ക്ഷേമനിധിന്റെ ഇതിന് പേപ്പറും വാങ്ങി വേഗം വന്ന് പോയി. സംഭവം അപ്പാനെ കാണാൻ വന്നപ്പോ കാര്യായിട്ട്. അപ്പൊ ഇപ്പൊ നേരം നമ്മളൊരു മരുന്നിന് പോയിന്നില്ല അമ്മ, മഞ്ചേരി. ഞാന്ന് പോയതാണ്. എന്താ പെണ്ണേനി? ന്യൂറോ സർജന അതോ? സർജനല്ല, നരമ്പിന്റെ ആണല്ലോ. ഏറ്റവും വലിയ ഡോക്ടറാണ് MS. അശ്വതി അറിയും, മഞ്ചേരിയിലാണ്. അപ്പൊ അത് പറഞ്ഞ എന്താന്ന് വെച്ചാല് മരുന്നില്ലാന്നാ പറയുന്നത് ലോകത്തിന്. പാർക്കിൻസൺസിന്റെ അതില് പെട്ടതാണ് പറയുന്നത്. കാരണം നമ്മള് കൊറേ MR ഇതൊക്കെ കൊടുത്തു. ആ ഡോക്ടറെ കണ്ടിങ്ങനെ പറഞ്ഞെന്താ നിങ്ങള് എന്തിനാ നിങ്ങള് MR ഒക്കെ എടുത്തുകൊണ്ട് വെറുതെ പൈസ ചെലവാക്കിയത്, ഇപ്പളെ കണ്ടാൽ തന്നെ അറിയാലോ ഈ അസുഖമാണ്. പക്ഷെ ഡോക്ടർമാര് നരമ്പിന്റെ കുഴപ്പാണ് പറഞ്ഞിട്ട് നമ്മള് കൊറേ കൊണ്ടുവരുന്നു. നടന്നില്ല കൊണ്ടിറക്കാൻ. ഇനിയിപ്പോ മറ്റന്നാള് അപ്പൊ നമ്മളെ സീനു ഷെഫീക്ക് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് അല്ലേ? ഓന് മരുന്നിന് വേറെ അങ്ങോട്ട് ഇങ്ങനെ ഇല്ല, മരുന്നില്ല പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. ഇനിയിപ്പോ ഇവിടെ മൊയിനുൽ ഹക്കില്ലേ പെരിന്തൽമണ്ണത്തെ, അത് അവിടുത്തെ MES ഡോക്ടറാ? പെരിന്തൽമണ്ണ. അപ്പൊ അതിനെ കൊണ്ടേ കാട്ടീനി ഞങ്ങള് പണ്ട് പോയി കാട്ടീനി. പിന്നെ ഫെബ്രുവരിയാണ്, 2-ാം മാസത്തിലാണ് നമ്മൾ വിളിക്കണത്. ആ ചുട്ടിൽ ഒരു കൊല്ലായി. ഞാൻ അവിടെ ഒന്നുകൂടി പോയി കാട്ടാല്ലേ. അന്ന് ആണുങ്ങളായിട്ട് വരാൻ പറഞ്ഞതേനി. അന്ന് പിന്നെ ഒരു വട്ടം പോയി മരുന്ന് തന്ന് പിന്നെ അങ്ങോട്ട് പോയില്ല, കുറവ് തോന്നിയിട്ട് അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇനി പ്രാവശ്യം അങ്ങോട്ട് പോണം അല്ലേ? അപ്പൊ ആരെ കൊണ്ടുപോവാ? കാക്കൂനെ ആരേലൊക്കെ ആയിട്ട് പോണംന്ന് വിചാരിച്ചിട്ടുണ്ട്. കരുതുന്നുണ്ടെങ്കി അപ്പൊ വെള്ളിയാഴ്ച പോണം. എന്താപ്പൊ കാട്ടണം? കൊണ്ടുപോകായിട്ടൊന്നല്ല, ഇനി കൊണ്ടുപോകാൻ സ്ഥലമില്ല. എല്ലാ അസുഖത്തിനും മാറാൻ മരുന്നും കാര്യമൊക്കെ അല്ലേ? ഇതിന് മാത്രം ഒരു മരുന്ന് കിട്ടണില്ല നമുക്ക്. ഇനിയിപ്പോല് നാളെ മറ്റന്നാളൊക്കെ പോകുമ്പം പറയുന്നുണ്ട്. വെള്ളിയാഴ്ച 6 മണിക്കാണ് നമ്മള് രാവിലെ പോയത്. പെലച്ചക്ക് പോയി, എന്നിട്ട് ചായ ഒക്കെ നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് കുടിച്ചത്. ഒന്നെങ്കി അങ്ങനെ പോണം. 5 മണിക്ക് 6 മണിക്കാണ് എത്താൻ പറഞ്ഞത്. അപ്പൊ ഇനി ഓരോട് പറഞ്ഞോക്കട്ടെ, ഓര് പോവുകയാണ് ഉപ്പാനും കൊണ്ട് പോകാനാ പറഞ്ഞിക്കണേ. ഇനി ഒന്നുകൂടി കാട്ടണമെങ്കിൽ ഒന്ന് എത്തിക്കാണ്ട് പറഞ്ഞിക്കണേ. എന്താ കാട്ടത്, സമാധാനല്ല. അപ്പൊ ഇനി പോയി നോക്കിയിട്ട് വിവരം പറയാ.
മറ്റേ ആയുർവേദ മരുന്ന് കുടിച്ചിട്ടൊന്നും മാറ്റല്ല കേട്ടോ. പിന്നെ ഞങ്ങള് നിർത്തി. അപ്പൊ ഏതായാലും ഇനി മരുന്ന് ഇതിന് പോയോക്കട്ടെ. അപ്പൊ ഈ മഞ്ചേരി ഇപ്പൊ മിഞ്ഞാന്നാ പോയത്. വെള്ളിയാഴ്ച പോയിട്ട് ഏതാന്ന് വെച്ചാല് ചിലപ്പോ അഡ്മിറ്റ് എന്തെങ്കിലും ആക്കാൻ പറയിക്കാരം. അപ്പൊ എന്തെങ്കിലും കാട്ടിയിട്ട് അഡ്മിറ്റ് എന്തെങ്കിലും ആക്കണ്ടി. വേറെ ഇടങ്ങേറ് എന്ന് പറഞ്ഞാ ഇന്റെ ഈ ടൈം ഇങ്ങനെയും ഓളതുകൊണ്ടാണ് വേറെ ഇച്ചാണെങ്കി ഇമ്മാനെ കിട്ടണം കേട്ടോ. കാരണം അവിടുത്തെ ഉമ്മ പറഞ്ഞാലൊരു പേടിയുള്ള കൂട്ടത്തിലാണ്. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും അപ്പൊ ഇങ്ങനെ കൊയക്കുണ്ടാകും. ആകെ ധൈര്യമുള്ള ഉമ്മയാണ്. ഇന്റെ ധൈര്യം പറയണ ഉമ്മയാണ്. അപ്പൊ ഉമ്മ വാണച്ചാന്നേ കാര്യം ആലോചിച്ചാൽ അങ്ങനെ ഒരു കഥ. അപ്പൊ ഉപ്പാനെ ഇവിടെ ഇട്ട് പോകാനും പറ്റൂല. ഒക്കെപ്പാട് എന്താ കാട്ടുക. അപ്പൊ ഞാൻ പറയും വരുന്നോടത്ത് വെച്ചാണ് കാണാൻ എന്തായാലും. എന്തെങ്കിലും ചെയ്ത് ഇതായാലൊന്ന് മാറി കിട്ടുകയാണെങ്കിൽ, ഓപ്പറേഷൻ എന്തെങ്കിലും കഴിഞ്ഞ് മാറി കിട്ടുകയാണെങ്കിൽ 10-15 ദിവസം കൊണ്ട് പോയി വരികയാണെങ്കിൽ പറ്റുമെങ്കിൽ ഇപ്പാന്റെ സമാധാനമായി, ഓൾതും ഒന്ന് സമാധാനാവും. അങ്ങനെ കേൾക്കണുണ്ട്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച അറിയാം. ഏതായാലും ഞാൻ പോയോക്കട്ടെ. എന്തിനാന്ന് അറിയില്ല കേട്ടോ. മൂപ്പര് ആണുങ്ങളെ കൂട്ടി ചെല്ലാനാന്ന് പറഞ്ഞത്. അന്ന് ഇവിടെ ആണുങ്ങളായിട്ടൊന്നും ആരും ഉണ്ടേനോ ഇല്ല. പിന്നെ അങ്ങോട്ട് എന്താണാവോന്ന് കരുതി. അങ്ങനെ അവിടുന്ന് ഇപ്പൊ അത് തന്നെ കാര്യം മരുന്നില്ല എന്ന് പറയാനേക്കാരെന്ന് കരുതി. പിന്നെ ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞപ്പോ ഒന്നുകൂടി അയാളെക്കൊണ്ട് പോകാന്ന് കരുതിയിട്ടാണ്. വെള്ളിയാഴ്ച ഇപ്പൊ ബുക്ക് ചെയ്തിക്കണ സമയം പോയി നോക്കണം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി പറയണ്ട്. ഏതായാലും കൊണ്ടുപോയി നോക്കട്ടെ. എല്ലാരും പ്രാർത്ഥിച്ച എല്ലാരും പ്രാർത്ഥനയും വേണം. നമുക്ക് കടി പയമ്പൊരി ഉണ്ട്. ഇതോ പയമ്പൊരി എടുത്തോ. എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നിസ്കരിച്ചാട്ടോ. പണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പാക ചായ കൊടുക്കാം. മജാർച്ചോളി എന്നാ കടിന്നോളി. ഞാൻ പറഞ്ഞ കൂട്ടത്തിലെ വലിയ പയമ്പൊരി ഇടിയാർന്ന ഇപ്പാന്റെ കടി ഇപ്പൊ തിന്നോ? ഇതോ അന്റെ തിന്നോ? അന്റെ കടി തിന്നോ? കൊത്ത പറ ഇപ്പൊ തിന്നപ്പാ. ഇപ്പൊ കടിയുന്നില്ലേ? ഇപ്പൊ കണ്ട അപ്പൊ ഇപ്പൊ കടി തിന്നിക്കണ കേട്ടോ. ഇപ്പൊ ചായന്റെ മുന്നേ കടി എടുത്ത് തിന്നിക്കണേ ഞമ്മള് കണ്ടിട്ടില്ല. കടി നോക്കിയപ്പോ കടിന്റെ എണ്ണം കുറഞ്ഞിക്കണം. വെല്ല പോയിരുന്നോളി. ഇപ്പൊ ഇരിക്കണ കസേരൊക്കെ ഇങ്ങനെ താന്ന് കിടക്കും. അത് ചാടി ഇരുന്നിട്ടേ. അപ്പൊ പോകട്ടെന്നാല് പോട്ടില്ലേ. നേരെ ഇട്ടയക്കണേ. ഇതോ പോയിട്ടെന്നാ നാളെ മറ്റന്നാ പോരോണ്ടിട്ടോ. പോയ അസ്സലാമു അലൈക്കും.